ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഈവനിങ് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. ഇന്ന് ഞാൻ വിചാരിച്ചേ തക്കൂനാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് വല്ലതും മേടിച്ചാലോ. നോയമ്പ് തുടങ്ങുമ്പം വെറൈറ്റി സ്നാക്സ് ഇവിടെ കിട്ടും. തക്കു ടി വി കാണണ്ട കേട്ടോ, ടി വി ഇപ്പോൾ കാണണ്ട. പ്രാർത്ഥിക്കാൻ പോവാം, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേഷന് പോവാം. അടിപൊളി. ഓ മൈ ഗോഡ് എൻ്റെ തക്കു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവധി കിട്ടുമ്പം. നൈസാണല്ലോ പടം, അടിപൊളി പടമാണല്ലോ. എവിടെ നോക്കി വരച്ചാണോ? എവിടെയെങ്കിലും എവിടെ നോക്കി വരച്ചു? പക്ഷെ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ പടം? ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാമോ? പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും തക്കുവിന് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. കാരണം ഇവിടെ റംസാൻ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ കടകളിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് തക്കുവിന് എന്താ മേടിച്ചതെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോവാണ്. ഇതാണ് തക്കുവിന് മേടിച്ചുകൊണ്ട് ഞാനത് ഇവിടെ വന്നിട്ടാണ് ഈ ഒരു സാധനം കാണുന്നത്. ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നതിനെ. തക്കുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായത് ശരിക്കും പറഞ്ഞാൽ. പാത്രം കഴുകുന്നു, അമ്മ പാത്രം കഴുകുക. ഞങ്ങൾ രണ്ടിപ്പോൾ ഒരിടെ പുറത്ത് വരെ പോവുക. എവിടെ പോവാണെന്ന് ഞാൻ പറയാമേ. ഹായ്, എല്ലാവരും കൂടെ ചായ പിടിക്കുവാണ്. അമ്മയും കുട്ടഞ്ചേട്ടനും തക്കും എല്ലാവരും കൂടെ ചായ പിടിക്കുവാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. തക്കു ഏതെങ്കിലും ചെറുപ്പിട്ടുണ്ട് അവിടെ തണുപ്പാ, കുറച്ചു നേരം നിൽക്കേണ്ടി വരും. തണുപ്പാ, അപ്പോൾ കാലും കൂടുന്ന ചൂട്. ആ ട്രാഷ് ബിന്നെ എടുത്ത് നിർത്തണേ, എനിക്ക് വീഴണം. വണ്ടി അങ്ങനെ നിർത്താൻ പറ്റില്ല. അങ്ങനെ തക്കുന്തോ തക്കുന് സാധനം എടുക്കാൻ പോവാ. അമ്മ ഞാൻ എടുത്തോട്ടെ, അമ്മ ഞാൻ എടുത്തോട്ടെ, അമ്മ ഞാൻ എടുത്തോട്ടെ. എനിക്കൊരു എടുക്കണമെന്നൊരു ആഗ്രഹം. എന്ത് എടുക്കണം? ആരെ എടുക്കണമെന്ന്? അവസാനം എടുത്തോട്ടെ. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ട്. അപ്പം ഞങ്ങൾ അത് ബ്ലഡ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എത്ര പേർക്ക് HB ഉണ്ടാവും HB ഉണ്ടാവില്ല എന്നറിയത്തില്ല. അവിടെ ചെന്ന് HBയുടെ അളവ് നോക്കിയിട്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഭവാദി മോളിലാണ് ക്യാമ്പ് നടക്കുന്നത്. വൈകിട്ട് 8 മണി തൊട്ട് 12 മണി വരെ, എൻട്രൻസ് 5-ൽ. അപ്പം ഞങ്ങളിപ്പം കൊടുത്ത് 12 മണിക്ക് മുന്നേയൊക്കെ വരും. കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അമ്മ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കണം, നോക്കിയില്ലെങ്കിലും അത് പ്രശ്നമാണ്. നോക്ക്, ഓൺലി മൈ ടീച്ചർ വാർണിംഗ് നോക്കണം. ഓൺലി മൈ ടീച്ചർ നമ്മുടെ ജിമ്മ് എവിടാന്നറിയാമോ? അത് അന്ന് കാണിച്ചു കൊടുത്തില്ല. അല്ല, ജസ്റ്റ് അങ്ങനെ ലൈറ്റ് കണ്ടതല്ലേ? പക്ഷെ ഞാൻ കണ്ടില്ല. നോ ചീറ്റിംഗ്. ഓക്കെ, ആര് ചീറ്റ് ചെയ്തു? അമ്മ ഇങ്ങനെ നോക്കിയില്ലോടുങ്ങി. ഞാനെന്ത് ചെയ്തില്ലല്ലോ. ഞാൻ എന്റെ പേപ്പറിൽ ഞാൻ അതാരും കാണാൻ പറ്റില്ല. ടൗണിലോട്ട് മാറുന്നതിന് മുന്നേ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് സരോജ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ടൗണിലോട്ട് ഞങ്ങൾ മാറി. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻട്രൻസ് 5-ലാണ് വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ? ഡൊണേഷൻ സേഹയുടെ വണ്ടിയാണ് കിടക്കുന്നത്. ബ്ലഡ് ഡൊണേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 8 മണി തൊട്ട് 12 മണി വരെയാണ്. ഇത് സണ്ണി ചേച്ചി, ഞങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ചുമ്മാ രജിസ്ട്രേഷനിൽ ഇരിക്കുക. ആരെങ്കിലും വരുമ്പോൾ ഞാൻ മുങ്ങും. എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പോകണം. ബ്ലഡ് കൊടുക്കേണ്ടി വന്ന് നിൽക്കുവാണ് ഇവിടെ. എൻ്റെ എൻട്രൻസ് വന്നതാണ്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എൻ്റെ ബാഗ് തപ്പാ തക്കും, എൻ്റെ ബാഗ് തപ്പ. നിനക്കൊരു ബാഗ് കൊണ്ടുവന്നിട്ടില്ലേ? തക്ക് ബ്ലഡ് കൊടുക്കുക, ജ്യൂസ് കുടിക്കുന്ന ആദ്യത്തെ വ്യക്തി.
പേരെന്നാ? അല്ല, ആളുടെ പേരെന്നാ? അവിടെ പോയി ഒരു കപ്പ് കേക്ക് എടുത്തിട്ട് വന്നാ പോരെ? ഒരു കപ്പ് കേക്ക്. ഡൊണേഷൻ ക്യാമ്പ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാൻ. രാത്രി 12:15 കഴിഞ്ഞ്. ഇനിയും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. തക്കു കണ്ടോ, തക്കുവിന് ബ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞ് തക്കു ക്യാമറയും കൊണ്ട് നടപ്പാ കണ്ട. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഇനി നാളെ കാണാം. ബൈ. ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടോ? അതൊക്കെ അടിപൊളിയാണോ? പൊറോട്ട, ഡ്രാഗൺ, ഇത് ഫിഷ് കറി ആണോ? അല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാതറിങ്, ചുറ്റുവട്ടം ഒരു ചുറ്റി, എന്താ എല്ലാരും കൂടെ ചുറ്റിക്കറങ്ങി. നൊസ്റ്റാൾജിക് ഫീൽ. സിപ്പപ്പ്. ടാറ്റാ ടാറ്റാ, ബൈ ബൈ. ടാറ്റാ പറഞ്ഞേ. ഇടയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയതാണ് നമ്മൾ. പക്ഷെ പിന്നെ വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിൽ എല്ലാവരും പിന്നെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇപ്പം ശരിക്കും ഗുഡ് നൈറ്റ് പറയാണ്. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു. ഗുഡ് നൈറ്റ്.